ഹലോ. രാവിലെ തുടങ്ങിയ ഇരിപ്പാണ് ഒരു ബ്ലാങ്ക് ക്യാൻവാസിന് മുമ്പിൽ. ഇതുവരെ ഒന്നും വരയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. നിങ്ങൾക്കുണ്ടാവും ചില ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായി പോകുന്ന ദിവസം. അത്തരത്തിലൊരു ദിവസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും വാട്ട് വി ഹൈഡ്സ് എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ഈ സീരീസിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സർറിയൽ രീതിയിലുള്ള ഒരു 30 വർക്കുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സർറിയൽ ആർട്ടിനെ കുറിച്ച് ഞാൻ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, അൺകോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് റിയാലിറ്റിയും ഇമാജിനേഷനെയും ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ്. അത് ചിത്രകലയിലായാലും കവിതയിലൊക്കെ ആയാലും സർറിയലിസം എന്നുള്ള ഒരു പ്രസ്ഥാനം മുമ്പോട്ട് വെച്ചിട്ടുള്ള ആശയം. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കാറുള്ളത് ദാലിയുടെ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്നുള്ളതാണ്. അതിൽ മരത്തിൻ്റെ ചില്ലയിൽ ഉണക്കാനിട്ടിരിക്കുന്ന ക്ലോക്കുകൾ, ഉറുമ്പരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോക്കുകൾ, അതുവരെ കലാലോകം ദർശിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ വൈവിധ്യങ്ങളായിട്ടുള്ള രൂപങ്ങളാണ് അന്ന് പാരീസിലെ ആ എക്സിബിഷനിൽ ജനങ്ങൾ കാണുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കുറച്ച് സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആദ്യകാലത്തൊക്കെ സർറിയലിസ്റ്റുകൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രോയിഡിൻ്റെ ചില ആശയങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി ഓവറാണല്ലോ എന്ന് തോന്നുമെങ്കിലും ചിലതൊക്കെ ഓക്കെയാണ്, ശരിയാണെന്നും തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉറങ്ങിയെണീറ്റ് തന്നെ ഒരു സ്വപ്നം കണ്ടിട്ടാണ്. അതായത് ഒരു 11 കാലമൊക്കെ ആയി ഞാൻ എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും മനസ്സിൻ്റെ അവസ്ഥകൾ അങ്ങനെയൊക്കെ ആയിരിക്കണം. ഞാൻ എൻ്റെ ഒരു ഫ്രഞ്ച് സുഹൃത്ത് മെറീന, അവരോട് ഞാനൊരു ഇന്ത്യൻ ഫുഡുകളെക്കുറിച്ച്, ഞങ്ങളുടെ മുമ്പിൽ കുറച്ച് ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഈ ഡിഷസ് ഇതാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. പക്ഷേ സ്വപ്നം കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് അത് മെറീന അല്ല, എൻ്റെ സുഹൃത്ത് ഷംവീലാണെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെയാണ് ബിംബങ്ങൾ തമ്മിലുള്ള ബ്ലെൻഡാണ്. ആരോടാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പോലും സ്വപ്നം കഴിഞ്ഞ് എണീക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ ദൃശ്യങ്ങളുടെ ഈ ബ്ലെൻഡിങ് ടെക്നിക്ക്, അതാണ് നമ്മൾ സർറിയൽ ആർട്ടിൽ ഉപയോഗിക്കുന്ന ഒരു രീതി. മഷ്റൂമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഹാലുസിനേറ്റഡ് ആവുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, ആ അവസ്ഥയിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളെ നമ്മൾ ചിത്രീകരിക്കുകയാണെങ്കിൽ, ഒരു പെയിൻറ്റിങ്ങിൽ കൊണ്ടുവരികയാണെങ്കിൽ, അതൊരു അസൽ സർറിയൽ ആർട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.